Hey, hello, welcome back to our YouTube channel. How to make logo for small business എന്നൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ പിക്ചറിൽ കാണുന്ന ലോഗോ പോലെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിൻട്രസ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്രോപ്പിൽ പോയിട്ട് ക്രോപ്പിൽ വീണ്ടും ക്രോപ്പ് അതിനെടുക്കുക. ടൂൾസിൽ ക്രോപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് സൈസാണോ വേണം, ഞാൻ പോർട്രേറ്റ് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റിക്കറിൽ പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സ്പ്ലാഷുകൾ ഇങ്ങനെ വരണ കാണാം. അതിനകത്ത് നമുക്ക് ഏതാണോ സ്യൂട്ട് ആയിട്ടുള്ളത് അതെടുക്കുക. എന്നിട്ട് നമുക്ക് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ കൊടുക്കുക. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആഡ് ഫോട്ടോയിൽ പോയിട്ട് ഏത് ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത് ആ ഫോട്ടോ എടുക്കുക. എന്നിട്ട് കട്ടൗട്ടിൽ പോവുക. കട്ടൗട്ടിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എവിടെയാണോ കട്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് ആഡ് ഫോട്ടോയിൽ പോയിട്ട് അതുപോലെ ഹാമ്പേഴ്സ്, ബൊക്യൂട്ട്, അതുപോലെ ഫ്രെയിം, റിങ്, ആൽബം അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഇമേജാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ടൗട്ടിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൻ്റെ പിക്ചർ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാൻ ഇപ്പോൾ പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്കത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ചരിച്ചിട്ടോ നേരോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കണം. നമുക്കിനി ബൊക്യൂട്ടും ഫ്രെയിമും റിങ് ആൽബം ഒരുപോലെ നമുക്ക് എടുത്തിട്ട് ആഡ് ഫോട്ടോയിൽ നിന്ന് എടുത്തിട്ട് ഓരോന്ന് വെച്ച് കട്ട് ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ബൊക്യൂട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റിങ് ആൽബം ഒന്ന് സെലക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രെയിം റെഡിയാക്കി എടുക്കാം. നമ്മൾ എല്ലാം ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണോ നമുക്കൊരു സ്യൂട്ടായിട്ട് എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മൾ ക്രാഫ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു ഐഡിയാസ് ഉണ്ടാവും. അപ്പം ആ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് ഷഹന ഹുസൈൻ എന്നുള്ള നെയിമിൽ. അപ്പോൾ എനിക്ക് വേറൊരു ബിസിനസ് ഉണ്ട്, ഷൈൻ ആർട്ട് ഗാലറി എന്നാണ് നെയിം. സോ മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട വേറെ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കറിൽ പോയിട്ട് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇങ്ങനത്തൊരു മെഴുകുതിരി വേണം. അപ്പോൾ ക്യാൻഡിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ക്യാൻഡിൽസ് അങ്ങനത്ത് തന്നെ കാണാം. അത് നമുക്ക് വേറെ എടുത്തിട്ട് കട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റിക്കറിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്യാൻഡിൽ സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതും അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പിന്നെ ഒരു ബട്ടർഫ്ലൈ ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ട് അതും എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ എഡിറ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ചുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഷൈൻ ആർട്ട് ഗാലറി ആയാലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും ഇതുമായിട്ട് സംബന്ധിച്ചുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾ മേക്ക് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചെന്ന് ഞാൻ എന്തായാലും സ്റ്റോറി ഇടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിം ഷൈൻ ആർട്ട് ഗാലറിയാണെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫോണ്ടുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഒരുപാടുണ്ട്. അതിൽ ഏത് ഫോണ്ടാണോ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ആ ഫോൺ ഞാൻ ഇപ്പോൾ ഈ ഫോണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫോണ്ടാണോ സ്യൂട്ടായിട്ടുള്ള ആ ഫോൺ നമുക്ക് എടുക്കാം. ഫോണിൽ ചാർജ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഫോണിൽ ബ്ലാക്ക് കളർ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഒരുപാട് കളേഴ്സ് നോക്കി സ്യൂട്ടല്ല, അപ്പോൾ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ വീഡിയോസിന് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കാണും. ബൈ.